സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 60 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ഈ 10th പ്രിലിമിനറി എക്സാം സ്റ്റേജ് 4 തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിച്ചിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 2025 ലോക കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി. 2025 ലോക കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി ബ്രസീലില് ബെലേം തോപ്പാരയാണ്. 2024 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ സന്ദേശം. ലോക പുകയില വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 31. 2024 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് പുകയില വ്യവസായ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നാണ്. പുകയില വ്യവസായ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവത്കരണം, വരൾച്ച പ്രതിരോധം എന്നിവയാണ്. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവത്കരണം, വരൾച്ച പ്രതിരോധം എന്നതാണ് 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ യാത്രികരുമായി 2024 ജൂണിൽ വിജയകരമായി വിക്ഷേപിച്ച ബോയിങ്ങിന്റെ പേടകം ഏതാണ്? ബോയിങ്ങിന്റെ പേടകം സ്റ്റാർലൈനർ ആണ്. സ്റ്റാർലൈനർ. 2024 ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം. ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം ആരെയും പിന്നിലാക്കരുത്, എല്ലാവരെയും കണക്കാക്കുക എന്നാണ്. ആരെയും പിന്നിലാക്കരുത്, എല്ലാവരെയും കണക്കാക്കുക. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസിന്റെ ചിത്രം പകർത്തിയ നാസയുടെ ഓർബിറ്റർ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസിന്റെ ചിത്രം പകർത്തിയ നാസയുടെ ഓർബിറ്ററാണ് മാർസ് ഒഡീസി എന്നത്. മാർസ് ഒഡീസി. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. 2024 G20 ഉച്ചകോടി നടന്നത് എവിടെയാണ്? ബ്രസീലിലാണ്. 2025 ദക്ഷിണാഫ്രിക്ക, 2024 നടന്നത് ബ്രസീലിൽ. ആദ്യമായി മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി ഏതാണ്? ആദ്യമായിട്ട് മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക്. ന്യൂറാലിങ്ക്. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം ഏതാണ്? നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യമാണ് സ്വീഡൻ. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം സ്വീഡനാണ്. 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ്. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹം. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3S എന്നത്. ഇൻസാറ്റ് 3S. ഇൻസാറ്റ് 3Sന്റെ വിക്ഷേപണ വാഹനം GSLV F-14 ആയിരുന്നു. GSLV F-14. ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം. ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമാണ് POEM-3 എന്നത്. PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ. PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ POEM-3 ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ യാത്ര നടത്തുന്ന 2ാമത്തെ ഇന്ത്യൻ പൗരനാരാണ്? രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ യാത്ര നടത്തുന്ന 2ാമത്തെ ഇന്ത്യൻ പൗരനാണ് ഗോപി ചന്ദ് തോട്ടക്കുറ. ഗോപി ചന്ദ് തോട്ടക്കുറ. ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക്. ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് HDFC ബാങ്കാണ്. കവരത്തി ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന HDFC ബാങ്കാണ് ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക്. ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് ചൈന സാങ് നാൻ എന്ന പേര് നൽകിയിരിക്കുന്നത്? നൽകിയിരിക്കുന്ന പേര് സാങ് നാൻ എന്നാണ്. ചൈന നൽകിയിരിക്കുന്നത് അരുണാചൽ പ്രദേശിനാണ്. അരുണാചൽ പ്രദേശ്. 2024 അന്തരിച്ച ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി. ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി
അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹം രഘുനന്ദൻ കമ്മത്താണ്. ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന വ്യക്തി രഘുനന്ദൻ കമ്മത്ത്. യൂണിസെഫിന്റെ ഇന്ത്യയിലെ അംബാസിഡറായി നിയമിക്കപ്പെട്ട ചലച്ചിത്ര താരമാരാണ്? യൂണിസെഫിന്റെ ഇന്ത്യയിലെ അംബാസിഡറായിട്ട് നിയമിക്കപ്പെട്ട ചലച്ചിത്ര താരം കരീന കപൂർ ആണ്. പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി 2024 നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിന്റൺ താരമാരാണ്? പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് 2024 നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിന്റൺ താരമാണ് PV സിന്ധു. 2024 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം. 2024 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നാണ്. യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. കുംഫി ഉദയ് ഏത് വിളയുടെ സങ്കരയിനമാണ്? പേര് കുംഫി ഉദയ് എന്നത് ഉരുളക്കിഴങ്ങിന്റെ സങ്കരയിനമാണ്. കുംഫി ഉദയ് ഉരുളക്കിഴങ്ങാണ്. വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേരെന്താണ്? വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേരാണ് നമോ ഭാരത് റാപ്പിഡ് റെയിൽ എന്നത്. നമോ ഭാരത് റാപ്പിഡ് റെയിൽ എന്നത് വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേരാണ്. 2024 ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം. ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 23 ആണ്. 2024 ദേശീയ ബഹിരാകാശത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു ഇന്ത്യയുടെ ബഹിരാകാശ സാഗ എന്നതാണ്. ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു ഇന്ത്യയുടെ ബഹിരാകാശ സാഗ. അടുത്തത് 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നറിയപ്പെടുന്ന ചലച്ചിത്ര നിരൂപക. ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നറിയപ്പെടുന്ന ചലച്ചിത്ര നിരൂപക അരുണ വാസുദേവ് ആണ്. അരുണ വാസുദേവ് 2024 സെപ്റ്റംബറിൽ അന്തരിച്ചു. അരുണ വാസുദേവ്. സുപ്രീം കോടതിയുടെ പുതിയ പതാക ഡിസൈൻ ചെയ്തത്. സുപ്രീം കോടതിയുടെ പുതിയ പതാക ഡിസൈൻ ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയാണ് സുപ്രീം കോടതിയുടെ പുതിയ പതാക ഡിസൈൻ ചെയ്തത്. ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം. ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം 11 ആണ്. 11. ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം എന്ന് പറയുന്നത് 11. UN ഏത് വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചിട്ടുള്ളത്? 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ്. അന്താരാഷ്ട്ര ഒട്ടക വർഷം. കേൾവി ശക്തിയുടെ പ്രാഥമിക പരിശോധനകൾക്കായി ലോകാരോഗ്യ സംഘടനയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? കേൾവി ശക്തിയുടെ പ്രാഥമിക പരിശോധനകൾക്കായിട്ട് ലോകാരോഗ്യ സംഘടനയുടെ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഹിയർ WHO എന്നത്. ഹിയർ WHO. ചാറ്റ് GPTക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം ഏതാണ്? ചാറ്റ് GPTക്ക് ബദലായിട്ട് ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോമാണ് ഗ്രോക്ക് എന്നത്. പ്ലാറ്റ്ഫോമിന്റെ പേര് ഗ്രോക്ക്. 2024 ലോകസുന്ദരിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 2024 ലോകസുന്ദരിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റീന പിസ്കോവയാണ്. ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന പിസ്കോവയാണ് 2024 ലോകസുന്ദരിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. ക്രിസ്റ്റീന പിസ്കോവ. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നെമോയിൽ എത്തിയ ആദ്യത്തെ വ്യക്തി ആരാണ്? ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമാണ് പോയിന്റ് നെമോ. പോയിന്റ് നെമോയിൽ എത്തിയ ആദ്യത്തെ വ്യക്തിയാണ് ക്രിസ് ബ്രൗൺ. ബ്രിട്ടൻകാരനായ ക്രിസ് ബ്രൗൺ ആണ് പോയിന്റ് നെമോയിൽ എത്തിയ ആദ്യ വ്യക്തി. പോയിന്റ് നെമോയുടെ പ്രത്യേകത ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമാണ്. 2024 ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ലോക ഭൗമ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 22 ആണ്. 2024 ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് എന്നാണ്. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ്. കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളാണ് കുമരകം, ബേപ്പൂർ.
കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായിട്ട് നിയമിതനായ മലയാളി AS രാജീവാണ്. AS രാജീവ്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈഫൽ ടവർ. പാരീസിലെ ഈഫൽ ടവറിലാണ് UPI അവതരിപ്പിച്ചത്. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ട് പുറത്തിറക്കിയ നാണയമാണ് 75 രൂപ നാണയം. 75 രൂപ നാണയം. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, നെബുലകൾ, പൾസാറുകൾ തുടങ്ങിയവയുടെ പഠനത്തിനായി 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ദൗത്യം. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, നെബുലകൾ, പൾസാറുകൾ തുടങ്ങിയവയുടെ പഠനത്തിനായിട്ട് 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ദൗത്യമാണ് എക്സ്പോസാറ്റ്. എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ്. എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത് 2024 ജനുവരി 1. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേര് എന്താണ്? ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേരാണ് ശിവശക്തി പോയിന്റ്. ശിവശക്തി പോയിന്റ്. സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ. സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ സഞ്ജന സംഘിയാണ്. സഞ്ജന സംഘി സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ. ടൈം മാഗസിന്റെ 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ബോളിവുഡ് നടി ആരാണ്? ടൈം മാഗസിന്റെ 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ബോളിവുഡ് നടിയാണ് ആലിയ ഭട്ട്. ആലിയ ഭട്ട്. തമിഴ് നടൻ വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി. തമിഴ് നടൻ വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി തമിഴക വെട്രി കഴകമാണ്. തമിഴക വെട്രി കഴകം. സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ്. സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റാണ് അഗ്നിബാൺ. റോക്കറ്റിന്റെ പേര് അഗ്നിബാൺ. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചിത്രം. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചിത്രമാണ് ഐറ എന്നത്. സംവിധാനം സാം ഭട്ടാചാര്യയാണ്. ചിത്രത്തിന്റെ പേര് ഐറ. കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം. കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണി കുതിരകളെ സംരക്ഷിക്കാൻ 30 ഏക്കർ പുൽമേടുകൾ അനുവദിച്ച സംസ്ഥാനം. വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണി കുതിരകളെ സംരക്ഷിക്കാൻ 30 ഏക്കർ പുൽമേടുകൾ അനുവദിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ. പോളോ മത്സരത്തിന് ഉപയോഗിക്കുന്ന കുതിരകളാണ് പോളോ പോണി എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യ അന്റാർട്ടിക്കയിൽ 4 വർഷത്തിനകം സ്ഥാപിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രത്തിന് നൽകിയ പേര് മൈത്രി 2 എന്നാണ്. മൈത്രി 2. ആനകളെ ട്രെയിൻ ഇടിക്കാതിരിക്കാൻ റെയിൽവേയുടെ പുതിയ നിർമ്മിത ബുദ്ധി പദ്ധതി AI പദ്ധതി. ഗജരാജ പദ്ധതിയുടെ പേര് ഗജരാജ. വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ 2024 ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2024 ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 39. ഒന്നാമത്തെ സ്ഥാനം അമേരിക്കയ്ക്കാണ്. 39. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെന്റർ നിലവിൽ വന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെന്റർ നിലവിൽ വന്നത് മണ്ഡപം, തമിഴ്നാട്ടിലെ മണ്ഡപത്താണ്. ഇന്ത്യയിലെ കർഷകർക്കായി വാർത്തകളും വിവരങ്ങളും പങ്കിടുന്നതിനായി ദൂരദർശൻ DD കിസാൻ ചാനൽ അവതാരകർ AI അവതാരകർ ആരൊക്കെയാണ്? AI കൃഷ്, AI ഭൂമി എന്നിവരാണ് AI അവതാരകർ. AI കൃഷ്, AI ഭൂമി. ഇന്ത്യയിലെ ആദ്യ വെർച്വൽ കാർഡ് പുറത്തിറക്കിയ ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ കാർഡ് പുറത്തിറക്കിയ ബാങ്ക് HDFC ആണ്. HDFC.
സൗരോർജ ഉൽപാദനത്തിൽ ലോകത്തിലെ ഒന്നാമത്തെ രാജ്യമായിട്ട് മാറിയത്. സൗരോർജ ഉൽപാദനത്തിൽ ഒന്നാമത്തെ രാജ്യം ചൈനയാണ്. ഇന്ത്യയുടെ സ്ഥാനം 3-ാം സ്ഥാനമാണ്. ഇന്ത്യയുടെ സ്ഥാനം 3. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് പൂനെയിലാണ്. നീതി ആയോഗ് സുസ്ഥിര വികസന സൂചിക 2023-24 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കേരളവും ഉത്തരാഖണ്ഡുമാണ്. നീതി ആയോഗ് സുസ്ഥിര വികസന സൂചിക 2023-24 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങളാണ് കേരളം, ഉത്തരാഖണ്ഡ് എന്നിവ. 2024 ജൂലൈ 1 മുതൽ IPCക്ക് പകരം പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമം ഭാരതീയ ന്യായ സംഹിത. ഭാരതീയ ന്യായ സംഹിത IPCക്ക് പകരം പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമമാണ് ഭാരതീയ ന്യായ സംഹിത. 2024 ജൂലൈ 1 മുതൽ CRPCക്ക് പകരം പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമമാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത CRPCക്ക് പകരം പ്രാബല്യത്തിൽ വന്ന നിയമം. ഭരതനാട്യം കുച്ചിപ്പുടി നർത്തകി യാമിനി കൃഷ്ണമൂർത്തിയുടെ ആത്മകഥ. യാമിനി കൃഷ്ണമൂർത്തി. ഭരതനാട്യം കുച്ചിപ്പുടി നർത്തകി യാമിനി കൃഷ്ണമൂർത്തിയുടെ ആത്മകഥയുടെ പേരാണ് എ പാഷൻ ഫോർ ഡാൻസ് എന്നത്. എ പാഷൻ ഫോർ ഡാൻസ്. 2 വർഷത്തിനകം കേരളത്തിൽ പുതിയ HIV ബാധിതർ ഇല്ലാതാക്കാൻ ആരോഗ്യവകുപ്പിന്റെ പദ്ധതി. 1-0 എന്നതാണ്. 1-0. 2 വർഷത്തിനകം കേരളത്തിൽ പുതിയ HIV ബാധിതർ ഇല്ലാതാക്കാൻ ആരോഗ്യവകുപ്പിന്റെ പദ്ധതിയാണ് 1-0. ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ റോബോട്ടിക് ഒപ്റ്റിക്കൽ റിസർച്ച് ടെലിസ്കോപ്പ്. ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ റോബോട്ടിക് ഒപ്റ്റിക്കൽ റിസർച്ച് ടെലിസ്കോപ്പ് ഗ്രോത്ത് ഇന്ത്യ. ഗ്രോത്ത് ഇന്ത്യ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. ഗ്രോത്ത് ഇന്ത്യ ടെലിസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗ്രോത്ത് ഇന്ത്യ ടെലിസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലെ ഹാൻലെയിലാണ്. ലഡാക്കിലെ ഹാൻലെയിലാണ് ഗ്രോത്ത് ഇന്ത്യ ടെലിസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ റോബോട്ടിക് ഒപ്റ്റിക്കൽ റിസർച്ച് ടെലിസ്കോപ്പാണ് ഗ്രോത്ത് ഇന്ത്യ ടെലിസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലെ ഹാൻലെയിലാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.